ഓം ഗുങ്കുരിഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 38 ശ്ലോകം 5-6. പീതാംബരം കരവിരാജിന ശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 5. ശൗരിസ്തുധീരമുനിമണ്ഡലതേജസോऽപി ദൂരസ്ഥിതം വപുരുദീക്ഷ്യ നിജേക്ഷണാപ്യാം ആനന്ദബാഷ്പുളകോദ്ഗമഗദ്ഗദാദ്ര തുഷ്ടാവദൃഷ്ടിമകരന്ദരസംഭവന്തം. അന്വയം. അർത്ഥം: ശൗരിത്തു വസുദേവനാകട്ടെ, ധീര മുനിമണ്ഡല ചേതസ അഭി, ജ്ഞാനികളായ മഹർഷിമാരുടെ മനസ്സിനു പോലും ദൂരസ്ഥിതം വിദൂരമായ, വപു ശരീരം, നിജേക്ഷണാപ്യം തൻ്റെ കണ്ണുകൾ കൊണ്ട്, ഉദീക്ഷ്യ നോക്കിയിട്ട്, ദൃഷ്ടി മകരന്ദരസം കണ്ണുകൾക്ക് തേനായി തീർന്നിട്ടുള്ള, ഭവന്തം അവിടുത്തെ. ആനന്ദബാഷ്പ പുളകോദ്ഗമ ഗദ്ഗദാദ്ര, ആനന്ദബാഷ്പത്തോടും പുളകത്തോടും ഗദ്ഗദത്തോടും ആർദ്രതയോടും കൂടിയവനായി, തുഷ്ടാവ സ്തുതിച്ചു. ഹരിവോ. സാരം: മുനിമാർക്ക് പോലും കാണാൻ വിഷമമുള്ള ആ വിഷ്ണുവിൻ്റെ രൂപം സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ട് ആസ്വദിച്ച വസുദേവൻ ആനന്ദബാഷ്പം ചൊരിഞ്ഞു. രോമാഞ്ചഗാത്രനായി ഗദ്ഗദകണ്ഠനും ആർദ്രചിത്തനുമായി ഭഗവാനെ സ്തുതിച്ചു. ഹരിവോ. ഓം ഗുങ്കുരിഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 6. ദേവപ്രസീദ പരപൂരുഷതാപവല്ലീ നിർലൂനിതാത്ര സമനേത്ര കലാവിലാസിൻ കേദാനവാഗുരു കൃപാഗുരുഭീകണാക്ഷൈ ഇത്യാദിതേന മുദിതേന ചിരം നുദോ ഭൂ. അന്വയം. അർത്ഥം: പരപുരുഷ പരമാത്മസ്വരൂപ വിഷ്ണു, താപവല്ലി നിർലൂനിതാത്ര സമനേത്ര കലാവിലാസിൻ ദേവ, പരമാത്മസ്വരൂപ വിഷ്ണു, താപമാകുന്ന വള്ളിയെ മുറിക്കുന്നതിനും കത്തി പോലെ ഇരിക്കുന്നവനും ശോഭിക്കുന്ന കണ്ണുകളോടുകൂടിയവനും മായ കൊണ്ട് ശോഭിക്കുന്നവനും ആയ അല്ലയോ ദേവ, പ്രസീദ പ്രസീദിച്ചാലും പ്രസാദിച്ചാലും, കൃപാഗുരുഭി കാരുണ്യമേറെയുള്ള, കടാക്ഷൈ നേട്ടങ്ങൾ കൊണ്ട്, ഖേദാൻ അപാഗുരു ദുഃഖങ്ങളെ മാറ്റിയാലും, ഇത്യാദി എന്നിപ്രകാരം, മുദിതേന സന്തുഷ്ടനായ, തേന ആ വാസുദേവനാൽ, ചിരം വളരെ നേരം, നുദോ ഭൂ സ്തുതിക്കപ്പെട്ടവനായി തീർന്നു. ഹരിവോ. സാരം: താപത്രയത്തെ അകറ്റുന്ന മനോഹരമായ നേത്രവിലാസത്തോടു കൂടിയ പരമപുരുഷ, കാരുണ്യമേറിയ കടാക്ഷങ്ങൾ കൊണ്ട് എൻ്റെ ഖേദങ്ങളെ ഇല്ലാതാക്കുക എന്നിപ്രകാരം സന്തുഷ്ടനായ വസുദേവൻ പലതരത്തിൽ ഭഗവാനെ സ്തുതിച്ചു.